ഇവിടെ ഒരു വ്യക്തി പഞ്ചധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, ലോകധർമ്മം ഇവയാണ് പഞ്ചധർമ്മങ്ങൾ. അതിൽ വ്യക്തിധർമ്മത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇനി പറയുന്നത് കുടുംബധർമ്മത്തെക്കുറിച്ചാണ്. അവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബം എന്താണ്? കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതെന്നാണ്. കൂടുമ്പോൾ അടിച്ചു പിരിയുന്നതിനെ കുടുംബം എന്ന് പറയാൻ സാധ്യമല്ല. അവിടെ ഹിന്ദു തത്വ സംഹിതയനുസരിച്ച് ഒരു മാതൃക ഹിന്ദു കുടുംബം എന്ന് പറയുന്നത് പഞ്ചമഹാലയങ്ങൾ ചേരുന്നതാണ്. അത് പൂർണ്ണ അർത്ഥതലത്തിലൊരു മനുഷ്യാലയമാവണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ടാകും, അവിടെ താമസിക്കുന്നത് മനുഷ്യരല്ലാതെ മൃഗങ്ങളാണോ എന്ന്. മനുഷ്യനാവാൻ ഈ രൂപം മാത്രം പോരാ. എവിടെയോ നമ്മൾ ചിലരോട് ചോദിക്കാറുണ്ടല്ലോ, നീ മനുഷ്യനാണോ എന്ന്. അതിൻ്റെ അർത്ഥം ഈ രൂപം മാത്രം പോരാ, എന്തോ ഒരു കുറവ്, മാനുഷിക മൂല്യത എവിടെയോ ഒരു കുറവ് ആ വ്യക്തിക്കുണ്ട്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണ അർത്ഥതലത്തിൽ മാനുഷിക മൂല്യതയുള്ള മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാവണം അതൊരു മനുഷ്യാലയമാവണം എന്ന് പറയാൻ കാര്യം. 2, അതൊരു ദേവാലയമായിരിക്കണം. ആ വീടിനൊരു ദേവാലയത്തിൻ്റെ പരിശുദ്ധി ഉണ്ടാവണം. ഒന്നുകിൽ ഒരു പൂജാമുറി വേണം, അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുവാൻ പവിത്രമായൊരു സ്ഥാനം അവിടെ ഉണ്ടാവണം. അവിടെ 2 സന്ധ്യകളിലും ആ നിലവിളക്ക് കൊളുത്തുവാനും സന്ധ്യാനാമ ജപാതി കർമ്മങ്ങളൊക്കെ അനവരതം അനുഷ്ഠിക്കുവാനും അവിടെ കഴിയണം. അങ്ങനെ ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ടു പോകണം നമ്മുടെ വീട്. തീർന്നില്ല, അതൊരു വിദ്യാലയമാവണം. ആ വീട്ടിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ ജീവിതത്തിൻ്റെ ബാലപാഠം പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുതിർന്നവരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ കഴിയൂ. അങ്ങനെ അതൊരു വിദ്യാലയമാവണം. 4, അതൊരു ആതുരാലയമാവണം. ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ആ കുടുംബത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ, പരിചരിക്കുവാൻ മക്കൾക്ക് ബാധ്യതയുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതെ വരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും ഇവിടെ ഓൾഡ് ഏജ് ഹോമുകൾ കൂണുപോലെ തഴച്ചു വളരുകയാണ്. അതിൻ്റെ കാരണം ഒരു പ്രായപരിധി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേസ്റ്റായി തീരുന്നു എന്നതാണ് സത്യം. അവരെ കൊണ്ടുപോയി ഓൾഡ് ഏജ് ഹോമുകളിൽ, അതായത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് കിട്ടുന്ന ഭാഗ്യം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യഫലമാണെന്ന് കരുതി വേണം അങ്ങനെ അവരെ ശുശ്രൂഷിക്കാനെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 5, അതൊരു സ്നേഹാലയമായിരിക്കണം. മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ട് വേണം അവിടെ കുട്ടികൾ വളരാൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുതിർന്നവരോട് സ്നേഹവും ആദരവും ഉണ്ടാവൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്തേ.